സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ മാനസിയെ ഭർതൃവീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു. ലക്നൌവിലായിരുന്നു സംഭവം. പിന്നാലെ സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് സാഗർ രജ്പുത്തും അയാളുടെ ബന്ധുക്കളും നിരന്തരം യുവതിയെ പീഡിപ്പിക്കാറുണ്ടെന്ന് കാണിച്ച് യുവതിയുടെ കുടുംബാംഗങ്ങൾ രംഗത്ത് വരികയായിരുന്നു. മാനസിയെ അവർ കൊലപ്പെടുത്തിയ ശേഷം അത് ഒരു ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണെന്നും കുടുംബം പറഞ്ഞിരുന്നു. കാൺപൂർ സ്വദേശിയായ മാനസി 2024 രജ്പുത്തിനെ വിവാഹം കഴിച്ചത്. ഇരുവരും സോഷ്യൽ മീഡിയയിലും സജീവമായിരുന്നു. വിവാഹ സമയത്ത് മാനസിയുടെ കുടുംബം 7 ലക്ഷം രൂപയും വീട്ടുപകരണങ്ങളും യുവാവിന് നൽകിയിരുന്നു. എന്നാൽ രജ്പുത്തിന്റെ കുടുംബം ഇതിൽ തൃപ്തരായിരുന്നില്ല. പിന്നീടും സ്ത്രീധനം അവർ ആവശ്യപ്പെട്ട് യുവതിയെ മർദ്ദിച്ചതായി കുടുംബം പറഞ്ഞു. വിവാഹം കഴിഞ്ഞതു മുതൽ സ്ത്രീധനത്തിന്റെ പേരിൽ യുവതിയെ ക്രൂരമായി പീഡിപ്പിക്കാറുണ്ടായിരുന്നു. പിന്നീട് ശാരീരികമായും പീഡിപ്പിക്കാൻ തുടങ്ങി. ഇക്കാര്യം മാനസി തന്റെ വീട്ടുകാരെ അറിയിച്ചിരുന്നു. യുവതിയുടെ കുടുംബാംഗങ്ങൾ പിന്നീട് യുവാവിന്റെ വീട്ടിലെത്തുകയും പലതവണ ഇത്തരത്തിൽ ലക്നൌവിലേക്ക് വന്ന് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഒടുവിൽ ഒത്തുതീർപ്പിലെത്തി ആ പ്രശ്നം അവിടെ തീരുകയായിരുന്നു. പിന്നെയും ഇത്തരത്തിൽ മകളെ അവർ ദ്രോഹിച്ചുവെന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. അന്വേഷണം കൂടുതൽ നടത്തി വരികയാണെന്ന് പോലീസും അറിയിച്ചിട്ടുണ്ട്.